സ്നേഹ ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ എന്താണ് ആ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഒരു ഹാങ് ഓവറിൽ നിൽക്കുമായിരുന്നു. പാഠങ്ങളൊക്കെ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ആനുവൽ എക്സാം ആണ് ഇനി അടുത്ത നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അപ്പത്തേക്ക് നമുക്ക് പഠിച്ച് സെറ്റ് ആക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എല്ലാ പാഠങ്ങളും പഠിച്ചു തീർക്കണം അല്ലെ. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നോക്കിക്കേ, മന്നു കി സ്വതന്ത്രത എന്ന് പറയുന്ന ഒരു പാഠം അല്ലെ. കറന്റ്ലി ചിലപ്പോൾ മക്കൾക്ക് സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് മന്നു കി സ്വതന്ത്രത എന്ന് പറയുന്ന പാഠമാണ് അല്ലെ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കഹാനിയായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഹരിശങ്കർ പർസായിയുടെ ഒരു കഥയായിരുന്നു അല്ലെ. ഒന്നുമില്ല, നമ്മുടെ മഞ്ഞുമോന് സ്വാതന്ത്ര്യം വേണം. നമുക്ക് പണ്ടെങ്ങാണ്ടോ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്നെ എന്താണ് പാൻറ് ഇടാൻ വേണ്ടി നിർബന്ധിക്കുന്നു. എന്നോട് എന്താണ് ഇനിയിപ്പോൾ അഥവാ കൊടി ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഷർട്ട് എന്നെ കീറാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്ത് അയക്കുകയാണ് നമ്മുടെ കുഞ്ഞുമോൻ മന്നു അല്ലെ. എന്താണ് അമ്മേനോട് എനിക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ട് വേഗം പറയണം ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തയച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, അമ്മയ്ക്ക് വേറൊരു കത്ത് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കഹാനി നിർത്തുന്നത് അല്ലെ. അപ്പൊ കുഞ്ഞുമോൻ എന്ത് ചെയ്യാണ്, സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവന്റെ രീതിയിൽ അങ്ങ് ഒരു കഥ എഴുതുന്ന ഒരു സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ മന്നു കി സ്വതന്ത്രത എന്ന് പറയുന്ന ഒരു കഥ അല്ലെ. നല്ല രസമുള്ള ഒരു കഥയായിരുന്നു. ആ കഥ കൃത്യമായിട്ട് എന്റെ മക്കൾ വായിച്ചിട്ടുണ്ടാവണം. കാരണം അന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ കഥ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. കഥ നന്നായിട്ട് വായിച്ച് പഠിക്കാത്തവർക്ക് എന്ത് കിട്ടത്തില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാൻ പറ്റത്തില്ല. ഇത് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആനുവൽ എക്സാമിലോട്ട് എത്തുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിസ് കുറേ നേരമായാലും ഇത് പറയുന്ന ഒന്നുമില്ല. ക്രമബദ്ധ കര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. എന്താണ് ഈ ക്രമബദ്ധ കര എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമ്മൾ ഓർഡറിൽ എഴുതുന്ന സംഭവമാണ് അല്ലെ. ഓർഡറിൽ എഴുതാം. നമുക്ക് എന്താണ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കഥ തന്നിട്ടുണ്ടാവും. ഈ കഥ ഫുൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് ഓർഡറിലാക്കി എഴുതണം. അതിനാണ് ക്രമബദ്ധകരണ എന്ന് നമ്മൾ പറയാറല്ലേ. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് മക്കൾക്ക്? ക്രമം ഇല്ലാതെ നമ്മുടെ മഞ്ഞുടെ കഥ തന്നിട്ടുണ്ട്. മഞ്ഞുവിന്റെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം മക്കള്, നല്ല ക്രമമായിട്ട് എഴുതണം അല്ലെ. നോക്കുക, കഹാനിക്ക് ആധാർ പർ ക്രമബദ്ധ കരേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് വായിച്ചു നോക്കാം. നോക്കുക, ജവഹർലാൽ ജിക്കു ചിട്ടി ലിഖ്ന. ജവഹർലാൽ ജിക്ക്, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് ചിട്ടി ലഗ്ന, കത്ത് എഴുതുക അല്ലെ. പക്ഷെ ജവഹർലാൽ നെഹ്റുവിന് കത്ത് എഴുതുന്ന അവന്റെ അവസാനമാണ്. അപ്പൊ അവസാനത്തെ ഭാഗത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതെന്തായാലും ആദ്യം വരത്തില്ല. ഓക്കെ, ഇനി എന്താണ്, രാത് കോ ഗരം ദൂത് പീന. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാത് വെച്ച് എന്താണ്, രാത്രി അല്ലെ. രാത്രിയിൽ ഗരം മീൻസ് ചൂടുള്ള, ദൂത് പീന, ദൂത് മീൻസ് എന്താണ്, പാല് കുടിക്കുക. ഓക്കെ, അതും എന്താണ്, ഫസ്റ്റ് വരുന്നയോ സെക്കൻഡ് വരുന്നയോ സംഭവം അല്ല അല്ലെ. അപ്പൊ അതും അല്ല. ഓക്കെ, സഡക് പർ ഖേൽന, റോഡിൽ കളിക്കുക. പിന്നെ തന്നിട്ടുണ്ട് ബയ്യാക്കെ കൂട്ടസെ ഫൗണ്ടെയിൻ പെൻ നിക്കാൽന. നമ്മുടെ കഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തിലാണ്, ഈ ഒരു സെന്റൻസ് പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ നോക്കാം, ബയ്യാക്കെ കോട്ടസെ, ബയ്യയുടെ ചേട്ടന്റെ കോട്ടിൽ നിന്നും ഫൗണ്ടെയിൻ പെൻ നിക്കാൽന, ഫൗണ്ടെയിൻ പെന്ന് എടുക്കുക, പുറത്തെടുക്കുക എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ഓർഡറിൽ എഴുതണം. പിന്നെ നോക്കിക്ക് എന്താ തന്നിട്ടുള്ളത്, കമ്മീസ്കോ രംഗക്കർ ചണ്ടാ ബനാന. ചെക്കൻ എന്ത് ചെയ്യാറുണ്ട്, ഈ കമ്മീസ്, അവന്റെ ഷർട്ട്, അവന്റെ ഡ്രസ്സ് തന്നെ എന്ത് ചെയ്തിട്ട് മുറിച്ചിട്ട് കൊടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിനൊക്കെ അമ്മേനോട് നന്നായിട്ട് ചീത്തയൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ കമ്മീസ്കോ, ഇതൊക്കെയാണ് അവൻ ആ ചീത്ത കേൾക്കുന്ന സമയത്ത് അവൻ എന്താ പറയുന്നത്, എനിക്ക് സ്വാതന്ത്ര്യം വേണം. അമ്മ എന്താ അങ്ങനെ പറയുന്നത്, കൊടീനെ അപമാനിക്കലല്ലേ അതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പ്രതിഷേധിക്കുന്നത് അല്ലെ. നോക്കുക, കമ്മീസ്കോ രംഗക്കർ, അത് കമ്മീസ് മീൻസ് ഉദ്ദേശിച്ചത് ഷർട്ട് അല്ലെങ്കിൽ മുകളിൽ ഇടുന്ന എന്തെങ്കിലും ഡ്രസ്സാട്ടോ. മുകളിൽ ആ ഡ്രസ്സിൽ എന്താണ്, ജണ്ടാ ബനാന, കൊടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പാന്റ് പെഹന്ന, പാന്റ് ഇടുക, പാന്റ് ധരിക്കുക എന്നുള്ളതാണ്. പുസ്തക് സി തസ്വീർ ഫാട്ടന, പുസ്തകത്തിൽ നിന്നും തസ്വീർ എന്താണ്, പിക്ചർ, ഫാട്ടന കട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ പണ്ടൊക്കെ ഉള്ള പരിപാടി ആയിരുന്നു അല്ലെ, പിക്ചറൊക്കെ ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പരിപാടി. അപ്പൊ അതാണ് പുസ്തക് സെ തസ്വീർ ഫാട്ടന. ഈ ഒരു പുസ്തകം എന്ത് ചെയ്യാണ്, പുസ്തകത്തിൽ നിന്നും പിക്ചർ, തസ്വീർ മീൻസ് പിക്ചർ, എന്ത് ചെയ്യുക, ഫാട്ടന കീറുക എന്ന് പറയുന്നത്, വെട്ടുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് പക്ഷെ ഓർഡറിലാണ് ഇപ്പൊ തന്നേക്കുന്നത് അല്ല. കഥ നന്നായി വായിച്ച മക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഓർഡറിൽ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം സംഭവിച്ച പരിപാടി എന്തായിരുന്നു, ബയ്യാക്കി കോട്ട് സേ ഫൗണ്ടെയിൻ പെൻ നിക്കാൽന, ബയ്യയുടെ കോട്ടിൽ നിന്ന് ഫൗണ്ടെയിൻ പെൻ എടുക്കുന്നതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് രാത് കോ ഗരം ദൂത് പീന അല്ലെ, രാത്രി എന്ത് ചെയ്യുക, ഗരം ദൂത്, നല്ല ചൂടുള്ള പാല് കുടിക്കുന്നതാണ് രണ്ടാമത്തെ
രണ്ടാമത്തെ പരിപാടി. സടക് പർ ഖേൽന, സടക്കില് പോയിട്ട് കളിക്കുന്ന പരിപാടി അല്ലെ. അടുത്തത് പാന്റ് പെഹന്ന, പാന്റ് പെഹന്ന കളിക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട് പാന്റ് ഇട്ട് പോണെന്ന്. അപ്പൊ അവന് പാന്റ് ഇടാൻ ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അപ്പോഴും അവൻ സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടി പറയുന്നുണ്ട്. അപ്പൊ പാന്റ് പെഹന്ന എന്നുള്ളതാണ് അടുത്തത്. പുസ്തക് സി തസ്വീർ ഫാട്ടിന, പുസ്തകത്തിൽ നിന്നും നമ്മുടെ എന്താണ് പിക്ചർ കീറിയെടുക്കുക അല്ലെങ്കിൽ വെട്ടിയെടുക്കുക എന്ന് പറയുന്നതാണ് അടുത്തത് വരുന്നത്. പിന്നെ എന്താണ് കമ്മീസ് കോരങ്ക് കർ ഝണ്ട ബനാന അല്ലെ, നമ്മുടെ ഈ ഷർട്ടിൽ എന്ത് ചെയ്തിട്ട് നിറങ്ങളൊക്കെ അടിച്ചിട്ട് കൊടി ഉണ്ടാക്കുക എന്നുള്ള പരിപാടി. പിന്നെ ലാസ്റ്റ് ഈ ഒരു പരാതി, അതായത് അമ്മ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല കുഞ്ഞിന് അല്ലെ. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിന് ഒരു പരാതിക്കത്ത് എഴുതുകയാണ് ആര്, നമ്മുടെ കുഞ്ഞുമോൻ. അപ്പൊ അത് ലാസ്റ്റ് ആണ് വരുന്നത് ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖ്ന, കത്ത് എഴുതുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ പാഠഭാഗത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതേ ക്വസ്റ്റ്യൻ എന്ത് ചിലപ്പോൾ നമുക്ക് ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു പാഠം ഫുള്ള് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പാഠഭാഗത്തിൽ നമ്മുടെ ഈ ഒരു ആപ്പിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വജ്ര ബാച്ചിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉൾട്ട പുൾട്ട എന്ന് പറയുന്ന പാഠം ഫുള്ള് നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മുടെ എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളിലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായിരിക്കും റിവിഷൻ ഫുള്ള് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇതുവരെ ചേരാത്ത ഏതെങ്കിലും എന്റെ മക്കളുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ എന്ത് ചെയ്തോളാം, ചേർന്നോളാം. കാരണം എന്താണ്, മക്കൾക്ക് ഇനി എപ്പോഴാണോ ചേരുന്നത് അവിടെ തൊട്ടുള്ള കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അപ്പം വേറെ പാഠങ്ങളൊന്നും കിട്ടാതായിട്ട് പോകും. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ചേരാൻ വേണ്ടി നോക്കുക മക്കൾ. നോക്കാം നമുക്ക് എന്താണ് ഇത്രയും പൈസയാണ് നമ്മൾ പറയുന്നത്, വളരെ കുറഞ്ഞ പൈസയിൽ നമുക്ക് എന്താണ് ഈ ഫുൾ റിവിഷൻ, അതായത് ഫസ്റ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആ ഒരു കാര്യമാണ് ആലോചിക്കേണ്ടത് കേട്ടോ. റിവിഷനിൽ നമ്മൾ ആദ്യം തൊട്ടേയുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവും, എന്നും ക്ലാസ് വെക്കുന്നുണ്ടാവും, എന്ന് ക്ലാസ്സും പിന്നെ എക്സാം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എക്സാം വരിക എന്നുള്ള രീതിയിൽ ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാം വെക്കുന്നുണ്ടാവും. നമ്മുടെ ആനുവൽ എക്സാമിന്റെ ഒരു മോഡൽ പേപ്പർ പോലെ മക്കൾക്ക് തരുന്നുണ്ടാവും. എല്ലാം എന്താണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് തരും. എല്ലാ ടീച്ചേഴ്സും നന്നായിട്ട് പഠിപ്പിച്ചു തരും, എല്ലാ പാഠങ്ങളും പെർഫെക്റ്റ് ആക്കി തരും. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം എൻ്റെ മക്കള്, വേഗം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒന്ന് ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മിസ് കോൾ ഇടാം. മിസ് കോൾ ഇടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും എന്ത് ചെയ്യും, അവർ തിരിച്ചു വിളിച്ചോളും. മക്കൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും പറഞ്ഞു തരും കേട്ടോ. അപ്പം വേഗത്തിൽ നമ്മുടെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ നമുക്ക് വജ്ര ബാച്ചിൽ വെച്ച് കാണാം. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.